നമുക്കൊന്ന് കണ്ണുകളടച്ച് കൈകൾ യാനാവറം പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്നെയും എനിക്കുള്ളവയെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവായ യേശുവേ, എന്റെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എന്റെ ഭവനത്തെയും എന്റെ ഭവനത്തിലുള്ള എല്ലാത്തിനെയും ഞാൻ അങ്ങേക്ക് തരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദാനങ്ങളുടെ ദുർവിനിയോഗം, നമുക്കറിയാം, ദാനങ്ങളുടെ ദുർവിനിയോഗം എപ്പോഴും ജീവിതത്തിലുണ്ടാകും. പണം ദുർവിനിയോഗിക്കുന്ന ആളുകളുണ്ട്. ആഡംബരങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങനെ കുറഞ്ഞ പുള്ളിയല്ല എന്ന് കാണിക്കാൻ വേണ്ടി എന്തുമാത്രം പണം പലരും ചെലവഴിക്കുക. മറ്റുള്ളവരുടെ മേൽ കുതിര കയറാൻ വേണ്ടി, അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടി, അടിമയാക്കാൻ വേണ്ടി ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. സമ്പത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലഹരിക്ക് വേണ്ടി നമ്മളെ തന്നെ നശിപ്പിക്കുന്ന നമ്മുടെ തന്നെ മരണായുധം നമ്മൾ ചുമക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ കിടക്കുന്നത്, ഇതിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ തമ്പുരാന്റെ അൾത്താരിലേക്ക് വെച്ച് ബലിപീഠം കണ്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് തയ്യാറാകണം. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നുണ്ട്, സാവൂൾ രാജ്യം ഭരിക്കുന്ന സമയത്താണല്ലോ ഗോലിയാത്ത് അതിർത്തിയിൽ വന്ന് സാവൂൾ രാജാവിനെയും ഇസ്രായേൽക്കാരെയും വെല്ലുവിളിക്കുന്നത്. ആരും തന്നെ യുദ്ധത്തിന് പോകാനില്ലാത്ത സാഹചര്യത്തിൽ ദാവീദ് എന്ന് പറഞ്ഞ കൊച്ചു മനുഷ്യൻ അവിടെ കടന്നു ചെല്ലുകയാണ്. രാജാവിനോട് പറഞ്ഞു, ഞാൻ ഗോലിയാത്തിനെ നേരിടാം. രാജാവിന് ഒരു പരിഹാസമാണ് തോന്നിയത്. കാരണം ദാവീദ് ഒരു കൊച്ചു മനുഷ്യൻ, ഗോലിയാത്ത് എത്രയോ ശക്തനായ വ്യക്തിയാണ്. അതുകൊണ്ട് രാജാവ് മനസ്സിൽ വിചാരിച്ചു, എങ്ങനെയെങ്കിലും ഈ ദാവീദിനെ പിന്തിരിപ്പിച്ച് കളയാമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് സാവൂൾ രാജാവ് ദാവീദിനോട് ചോദിച്ചു, നീ ഇതിനു മുമ്പ് പട്ടാളത്തിൽ പോയിട്ടുണ്ടോ? യുദ്ധം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉടനെ ദാവീദ് പറഞ്ഞ കൊച്ചു മനുഷ്യൻ രാജാവിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, രാജാവേ, ഞാൻ ഇന്നുവരെ ഒരു പട്ടാളത്തിലും പോയിട്ടില്ല. എൻ്റെ പണി ആടുനോട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പം തന്നെ രാജാവ് മനസ്സിൽ വിചാരിച്ചു, എന്നാൽ ഈ ഒരു കാരണം പറഞ്ഞ് വയ്യങ്ങ് ഒഴിവാക്കാമെന്ന്. പക്ഷെ അടുത്ത സെക്കൻഡിൽ ദാവീദ് പറഞ്ഞത് സാവൂളിനെ അമ്പരപ്പിച്ചു. ദാവീദ് പറഞ്ഞു, എന്നാൽ രാജാവേ, ഞാൻ ഈ കൈകൊണ്ട് എൻ്റെ ആടിനെങ്ങാനും സിംഹമോ കരടിയോ പിടിച്ചുകൊണ്ട് പോയാൽ ഈ കൈകൊണ്ട് ഞാൻ അതിനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഈ കൈകൊണ്ട് സിംഹത്തെയും കരടിയെയും ഞാൻ വലിച്ചു കീറിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ സാവൂളിനൊന്നും മിണ്ടാൻ പറ്റിയില്ല. കാരണം സിംഹത്തെയും കരടിയെയും കഴിഞ്ഞ കാലങ്ങളിൽ വലിച്ചു കീറാൻ ദൈവം ഈ കൈ ഉപയോഗിച്ചെങ്കിൽ ഇതിനേക്കാൾ വലുത് വലിച്ചു കീറാൻ ദൈവം ഈ കൈ ഉപയോഗിക്കും. ഹല്ലേലൂയ. ഇന്നലകളിൽ ദൈവം ഇന്ന കാര്യങ്ങൾ എന്നിലൂടെ ചെയ്യാൻ ദൈവം ഇടയാക്കിയെങ്കിൽ ഇതിനേക്കാൾ വലുത് എൻ്റെ ദൈവം ചെയ്യും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള വിശ്വാസം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം നമുക്കറിയാം, പലപ്പോഴും പലരും തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകാറുണ്ട്. തീർത്ഥാടന സ്ഥലങ്ങളിൽ പോകുമ്പോൾ എന്താണ് അനുഭവപ്പെടുക? നമ്മളവിടെ പോകുന്നതിന് പിന്നിൽ തന്നെ കാണും, ഈ തീർത്ഥാടന സ്ഥലത്ത് പോയപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ ചിലർക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എനിക്കും കിട്ടും. ഇവിടെ വന്ന വ്യക്തിക്ക് ദൈവം ഈ അനുഗ്രഹം കൊടുത്തെങ്കിൽ എനിക്കും കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് തീർത്ഥാടന സ്ഥലത്ത് പോകുന്നതിന് പിന്നിൽ കിടക്കുന്ന ഒരു വിശ്വാസ ശക്തി. അതാണ്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നൽകിയ നിരവധിയായ അനുഗ്രഹങ്ങൾ, ഇതൊരു വിശ്വാസ സ്ഥലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
നമ്മൾ അവിടെ നിന്നിട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇന്നലകളിൽ ദൈവം ഇത് എന്നിലൂടെ ചെയ്തെങ്കിൽ ഇതിനേക്കാൾ വലുത് ദൈവം എന്നിലൂടെ ചെയ്യും. ഇത് ദൈവം എനിക്ക് വേണ്ടി ചെയ്തെങ്കിൽ ഇതിനേക്കാൾ വലുത് ചെയ്യും. അപ്പോൾ കഴിഞ്ഞ കാലത്ത് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക. അങ്ങനെ നന്ദി പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായി ദൈവത്തിലേക്കുള്ള ആശ്രയത്തിലേക്ക് വരികയാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. ആ വിശ്വാസം കൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ ചെറുതായിട്ട് തോന്നും. അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രത്തിലും ഒക്കെ ദൈവം ഇടപെട്ട് അനുഗ്രഹിച്ച ഒട്ടേറെ അനുഗ്രഹങ്ങളുണ്ട്. അത് നമ്മുടെ വിശ്വാസ സ്ഥലമാണ്. അത് കുടുംബത്തിൽ ഏറ്റുപറയുകയും നന്ദി പറയുകയും ചെയ്യുമ്പോഴൊക്കെ നമ്മുടെ വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ചില ആളുകൾ വലിയ ആകുലതയിലൊക്കെ വരുന്ന ആളുകൾ, ഒരിക്കലും ഒരു അമ്മച്ചി, ഞാൻ പലപ്പോഴും പറയാറുള്ള സംഭവമാണ്, ഒരിക്കൽ വന്നിട്ട് പറഞ്ഞു, അച്ഛാ എൻ്റെ മകൾക്ക് 29 വയസ്സ് കഴിഞ്ഞു, 22ാമത്തെ വയസ്സ് തൊട്ട് കല്യാണാലോചന തുടങ്ങിയതാണ്, ഇതുവരെ കല്യാണം നടന്നിട്ടില്ല. ഇത് പറഞ്ഞ് അമ്മച്ചി കണ്ണിൽ നിന്ന് കണ്ണീര് വരികയാണ്. എന്താ ഈ അമ്മച്ചിയോട് പറയുക? അപ്പം ഞാൻ ഈ ദാവീദിന്റെ മെത്തേഡ് പോയി ഉപയോഗിച്ചു. പ്രൈസ് ലോർഡ്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചിയുടെ കല്യാണം എങ്ങനെയാണ് നടന്നതെന്ന് ചോദിച്ചു. പ്രൈസ് ലോർഡ്. പെട്ടെന്ന് അവർ കരച്ചിലൊക്കെ നിർത്തി ഭയങ്കര വാചാലയായി തീർന്നു. അവർ ഉടനെ പറഞ്ഞതെന്ന് അറിയാം, അത് വലിയൊരു അത്ഭുതമാണ് അച്ഛാ. അങ്ങനെയാണ് പറഞ്ഞത്, വലിയൊരു അത്ഭുതമാണ്. എന്നാൽ കേൾക്കട്ടെ, എന്താണ് അത്ഭുതം? അപ്പോൾ അമ്മച്ചി പറഞ്ഞു, ഞങ്ങൾ വലിയ കുടുംബത്തിൽപ്പെട്ട ആളാണ്, പക്ഷേ അന്ന് സാമ്പത്തികമായിട്ട് കഴിവൊന്നും ഉണ്ടായില്ല. കുടുംബമൊക്കെ വലുതാണ്, പക്ഷേ സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റ കല്യാണക്കാരിയേ വന്നുള്ളൂ. അപ്പോൾ അപ്പം പറഞ്ഞു, കാശില്ലാതെ പെണ്ണിനെ ഇറക്കി വിടാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ പണമില്ല, അതുകൊണ്ട് ഇപ്പോൾ കല്യാണം ആലോചിക്കുന്നേ ഇല്ല എന്ന്. പക്ഷെ വന്നവർ പോയില്ല. അവർ വീണ്ടും പറഞ്ഞു, ഞങ്ങൾക്ക് നല്ലൊരു കുട്ടിയാണ് വേണ്ടത്, അങ്ങനെയാണ് നിങ്ങളുടെ കുടുംബമായിട്ടൊരു ബന്ധമാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഇതൊക്കെ പറഞ്ഞിട്ട് അപ്പൻ സമ്മതിച്ചില്ല. അവസാനം പേര് അവർ വീണ്ടും വയ്യ വന്ന് പെണ്ണിന് കൊടുക്കേണ്ടതായ സ്വർണ്ണം എല്ലാം കൂടെ കൂടി ഇത് നമ്മൾ തമ്മിൽ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അപ്പൻ്റെ കയ്യിൽ കൊടുത്ത് അങ്ങനെയാണ് കല്യാണം നടത്തിച്ചത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇപ്പോഴാണെങ്കിലോ ഈ പറഞ്ഞ പെൺകുട്ടിക്ക് വേണ്ടി അവർ സ്ത്രീധനമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നു, എന്നിട്ട് കല്യാണം നടക്കുന്നില്ല. അപ്പോൾ അത് വെച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഈ അമ്മച്ചിയുടെ കല്യാണം എത്ര വലിയൊരു അത്ഭുതമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത്രയും വലിയൊരു അത്ഭുതം അമ്മച്ചിയുടെ ജീവിതത്തിൽ ചെയ്തിട്ട് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി ഇത് കൊച്ചിനോടെങ്ങാനും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പ്രൈസ് ലോർഡ്. പിന്നെ ദൈവം അമ്മച്ചിയുടെ ജീവിതത്തിൽ ചെയ്തത് ഈ ഒരു അത്ഭുതത്തിൽ നിന്നല്ലേ കുഞ്ഞ് ജനിച്ചത്. അപ്പോൾ ദൈവം ഇത് ചെയ്തെങ്കിൽ ഇതിനേക്കാൾ വലുത് ചെയ്യുമെന്ന് അത് ദൈവത്തിന് നന്ദി പറയുന്നവർക്ക് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും ഒക്കെ ദൈവം ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ പലപ്പോഴും ചെയ്യുന്നത് നമുക്ക് മുൻപിൽ വന്നിരിക്കുന്ന പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാവശ്യമായ വിശ്വാസത്തിൻ്റെ വെളിച്ചം തരാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ മുമ്പിലേക്ക് നോക്കുമ്പോൾ കാണുന്ന അന്ധകാരമാണ്, അത് അമ്പരപ്പിക്കും. ഈ പ്രശ്നങ്ങൾ നമ്മളെ പുറകോട്ട് വലിപ്പിക്കും, നമ്മളെ ഭയപ്പെടുത്തും. ഇനി എന്തു ചെയ്യും? നീ ഒന്ന് പുറകോട്ട് നോക്കൂ. ദൈവം എത്ര പ്രതിസന്ധികളിൽ നിന്നാണ് നിന്നെ എടുത്ത് പൊക്കിക്കൊണ്ട് വന്നത്. ഒന്ന് അവിടെ നിന്ന് ചവിട്ടി നിന്നിട്ട്, ആ സ്ഥലത്തോട്ട് ചവിട്ടി നിന്നിട്ട് കുറേ സമയം ഒന്ന് നന്ദി പറഞ്ഞു നോക്കിക്ക്. നമ്മുടെ മുമ്പിൽ മുഴുവനും സൂര്യൻ ഉദിക്കുകയായി, വിശ്വാസത്തിന് വെളിച്ചം വരികയായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് കൈ ഉയർത്തി കൈയടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ സ്ഥിരമായി ചില ജോലി ചെയ്യുന്ന ചില ആളുകളുണ്ട്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സെല്ലാം മരയിക്കാൻ തുടങ്ങും. ലൈഫ് ഒരു മൊണോട്ടണസ് ആയിട്ട് നമുക്ക് തോന്നാൻ തുടങ്ങും. എന്നും ഒരേ ജോലി, കാര്യങ്ങൾ, ജീവിതത്തിൽ ഒരു വിരസത. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് ഈ വിരസത കൊണ്ട് വിഷമിക്കുന്ന ധാരാളം ആളുകളുണ്ട്. കാരണം അവരിങ്ങനെ ജോലി ചെയ്യുന്തോറും അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് വിരസത അനുഭവിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ ഒരു പൂവ്, നമ്മൾ ആദ്യമായി ആ പൂവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഒരു വണ്ടറാണ്. മനോഹരമായ പൂവ്. ചിലപ്പോൾ എന്നൊക്കെ ഒരു സ്വരമൊക്കെ പ്രകടിപ്പിച്ച് നമ്മൾ ആ വണ്ടർ പ്രകടിപ്പിക്കും. പക്ഷേ ആ പൂ പറിച്ച് സ്വന്തമാക്കി അല്പം കഴിയുമ്പോഴോ
വണ്ടർ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് കാര്യത്തിലും ഇങ്ങനെയാണ്. നമ്മളൊരു സാധനം പൊസസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വണ്ടർ പോയി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജോലി കിട്ടുന്നതിന് മുമ്പ് ജോലി എന്ന് പറയുന്നതൊരു വണ്ടറാണ്. കിട്ടിക്കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴോ വണ്ടർ പോയി. പ്രൈസ് ദി ലോർഡ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് കല്യാണം എന്ന് പറയുന്നൊരു വണ്ടറാണ്. കല്യാണം കഴിച്ച് ഒരു വണ്ടർ പോയി. പ്രൈസ് ദി ലോർഡ്. ഏതൊരു കാര്യം പൊസസ് ചെയ്ത് കഴിയുമ്പോഴേക്കും വണ്ടർ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, എന്ത് കാര്യമാണോ നമ്മുടെ കയ്യിലിരിക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വിരസത ഉണ്ടാക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് സന്തോഷം തരാനായിട്ട് ഇനി സാധിക്കുകയില്ല. അത് മടുപ്പായി. ഇപ്പോൾ കാർ ഉപയോഗിക്കുന്ന ആളുകൾ മടുപ്പായി. അപ്പോൾ അവരൊന്നും പിന്നെ മാറ്റി മാറ്റി എടുക്കുന്നു. എന്നാലും പിന്നെയും മടുപ്പാണ്. ഏത് കാര്യമായാലും ശരി. കാരണം ഏത് സാധനമായാലും നമ്മൾ പൊസസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതിനകത്ത് രൂപം കൊള്ളുന്നത് മടുപ്പാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ശ്രദ്ധിക്കൂ, ഇത് ആ പൂവിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൗന്ദര്യത്തിൽ നിന്ന് വന്ന് വീണ ഒരു ചെറിയൊരു തുള്ളിയാണ്. ഈ പൂവിനെ, അതിൻ്റെ സൗന്ദര്യത്തെ അതിൻ്റെ സോഴ്സായ ദൈവത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്ന് എല്ലാ സൗന്ദര്യത്തിൻ്റെയും നാഥനായ ദൈവത്തെ കണ്ട് ഒന്ന് സ്തുതിച്ച് നമ്മൾ മനസ്സിലാക്കുക, ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സന്തോഷം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് വിരസത പോകുന്നു. നിത്യമായ സന്തോഷം നമ്മളിൽ നിലനിൽക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നിത്യമായ സന്തോഷം നമ്മളിൽ നിലനിൽക്കണമെങ്കിൽ ഇത് മുഴുവനും തമ്പുരാന്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ കയ്യിൽ കണ്ട് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന യാതൊന്നും നമ്മളിൽ വിരസത ഉണ്ടാക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് വിരസത ഉണ്ടാക്കുകയില്ല. ഒട്ടേറെ ഗിഫ്റ്റൊക്കെ ചിലരെ നശിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവും സ്തുതിയും ദൈവത്തിൻ്റെ പക്കലേക്ക് പോകണം. മഹത്വവും സ്തുതിയും ദൈവത്തിൻ്റെ പക്കലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് കിട്ടിയ മഹത്വങ്ങൾ നമ്മുടെ ജീവിതത്തെ വേട്ടയാടാൻ തുടങ്ങും. ഇപ്പോൾ ഒരാൾ അദ്ദേഹം ഒരു നല്ലൊരു ഉദ്യോഗസ്ഥനാണെന്ന് വിചാരിക്കുക. നാട്ടുകാരെല്ലാം അദ്ദേഹത്തെ പുകഴ്ത്തി പുള്ളിക്കാരൻ അവാർഡ് കൊടുത്തു, പുള്ളി നല്ല ഉദ്യോഗസ്ഥനാണെന്നൊക്കെ പറഞ്ഞു. 4-5 വർഷം കഴിഞ്ഞാലും പിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ ആരെന്താ അവാർഡൊന്നും തരാത്തത്, ഇപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്തത് എന്താണ്? പുള്ളിക്ക് വിഷമതയായി. പ്രൈസ് ദി ലോർഡ്. കാരണം ആളുകൾ പൊങ്ങുന്നു, കുറച്ച് കഴിയുമ്പോൾ അവർ താഴെ വയ്ക്കുന്നു, പരിപാടി കഴിയുന്നു. അപ്പം നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ മഹത്വം ഇത് മുഴുവനും നാം ഏറ്റെടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് പിൻവലിക്കപ്പെട്ട് കഴിയുമ്പോഴേക്കും ഇതാ നമ്മുടെ ഉള്ളിൽ നേരെ എതിരായിട്ടുള്ള ദുഃഖമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേറെ ആർക്കെങ്കിലും മഹത്വം പോയി കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിഷമതയായി. ഇപ്പം എല്ലാവരും അയാളെയാണ് സ്നേഹിക്കുന്നത്, ഇങ്ങനെയുള്ള ചിന്ത വരാൻ തുടങ്ങും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തോരം മഹത്വം കിട്ടിയിട്ടുണ്ടോ അത് മുഴുവനും അൾത്താരയിൽ വെച്ച് ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് അസ്വസ്ഥതകൾ കടന്നു വരികയില്ല. ബൈബിളിൽ പറയുന്ന പോലെ, ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്ന പോലെ, ലോകത്തിന് നശിപ്പിക്കാനാവാത്ത സമാധാനം അത് ഇവിടെയാണ് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ ആരാധിക്കുന്നവർക്കാണ് സമാധാനമുണ്ടാകുക. ദൈവത്തെ സ്തുതിക്കുന്നവർക്കാണ് സമാധാനമുണ്ടാകുക. ദൈവത്തെ മഹത്വപ്പെടുന്നവർക്കാണ് സമാധാനമുണ്ടാകുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ എന്ത് പൊസസ് ചെയ്യുന്നോ നമുക്ക് ആദ്യം തോന്നും അത് നമുക്കൊരു സുരക്ഷിതത്വം തരുന്നു എന്ന്. പക്ഷേ എന്ത് സാധനം നമ്മൾ പൊസസ് ചെയ്താലും അതിൻ്റെ അകത്ത് നമുക്ക് വീണ്ടും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകാൻ തുടങ്ങും. അപ്പോൾ സന്തോഷത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അതിനകത്ത് ഇൻസെക്യൂരിറ്റി ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മൈക്ക് എൻ്റേതാണ് എന്ന് ഞാനിവിടെ പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. എന്നേക്കാൾ ശക്തനായ ഒരാൾക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഈ മൈക്ക് തട്ടിയെടുക്കാൻ കഴിയും. എന്നേക്കാൾ ബുദ്ധിമാനായ ഒരാൾക്ക് ഈ മൈക്ക് എന്നിൽ നിന്ന് വാങ്ങിച്ചെടുക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നാൽ ഈ മൈക്ക് ദൈവത്തിൻ്റെതാണ് എന്ന് ഞാൻ പറഞ്ഞാൽ ദൈവത്തിന് മുകളിൽ വേറെ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറഞ്ഞിട്ടുള്ളതിൻ്റെ ഒക്കെ ചുറ്റും
സെക്യൂരിറ്റിയുടെ ഒരു വലിയൊരു മതിൽ ദൈവം കെട്ടിവെക്കുന്നു. ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നതാണ്. ജോബിൻ്റെ സമ്പത്തിന് ചുറ്റും ദൈവം വേലി കെട്ടി. എങ്ങനെയാണ് ജോബിൻ്റെ സമ്പത്തിന് ചുറ്റും വേലി ഉണ്ടായത്? നമ്മൾ നോക്കൂ, ജോബിൻ്റെ സമ്പത്ത് പോയപ്പോൾ ഒട്ടും തന്നെ ജോബ് ചൊല്ലിയ പ്രാർത്ഥന, ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ എന്നാണ്. കാരണം ആ മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ഇത് മുഴുവൻ ദൈവത്തിന് ദാനമാണ് എന്ന ബോധം കൊണ്ട് നിറഞ്ഞതായിരുന്നു. നന്ദി പറയുന്ന ഒരു മനസ്സായിരുന്നു. കൃതജ്ഞതയുടെ ബലിയർപ്പിക്കുന്ന ഒരു ജീവിതമായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പോയപ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കഴിഞ്ഞത്. ആ നന്ദിയും സ്തോത്രവും ഉള്ളത് കൊണ്ടാണ് ജോബിന്റെ സമ്പത്തിന് ചുറ്റും വേലിയുണ്ട് എന്ന് സാത്താൻ പറഞ്ഞത്. നമ്മൾ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന് നന്ദിയും സ്തോത്രവും പറഞ്ഞ് നമ്മുടെ ഭവനത്തിന് ചുറ്റും, നമ്മുടെ സമ്പത്തിന് ചുറ്റും, നമ്മളെ ഏറ്റിരിക്കുന്ന ജോലിയുടെ ചുറ്റും എല്ലാം ദൈവിക സംരക്ഷണത്തിൻ്റെ വേലി നമുക്കവിടെ കാണാൻ കഴിയും. അതല്ലെങ്കിൽ അവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ ടെൻഷനായി, ഇന്ന് ആധുനിക ലോകം അനുഭവിക്കുന്ന മുഴുവൻ ടെൻഷൻ്റെയും പ്രധാനപ്പെട്ട ഒരു അംശം ഇതാണ്. നമ്മളിവിടെ ഇരുന്നുകൊണ്ട് പറയാണ്, ദൈവമേ ഞാൻ എല്ലാം അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു സമർപ്പണം അവിടെ പൂർണ്ണമാകുന്നില്ല. സമർപ്പണം പൂർണ്ണമാകുന്നത് അതൊരു പ്രോസസ്സാണ്. എന്താണ് ആ പ്രോസസ്സിൻ്റെ ആരംഭം? എന്താണ്? അത് നന്ദി പ്രാർത്ഥനയാണ്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാനിങ്ങനെ നന്ദി പറഞ്ഞ് പിന്നെ ഇനി നന്ദി പറയാനുണ്ടോ നോക്കും, വീണ്ടും നന്ദി പറയാനുള്ളത് കാണുകയാണ്. അങ്ങനെ പറഞ്ഞ് കുറേ കഴിയുമ്പോഴേക്കും ഞാൻ മുഴുവനും ദൈവമേ നിൻ്റേതാണ് എന്നൊരവസ്ഥയിലേക്ക് വന്ന് മുഴുവനും ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്റ്റേജിലേക്ക് അത് എത്തിച്ചേരുകയാണ്. സമ്പൂർണ്ണ സമർപ്പണത്തിലേക്കാണ് ഈ നന്ദി പ്രാർത്ഥന ഒഴുകുന്നത്. അങ്ങനെ ഒഴുകി നിൽക്കുന്ന ഒരു പോയിന്റിലാണ് സമർപ്പണം നടക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് നന്ദി പ്രാർത്ഥനയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അതല്ലാതെ ഒരു വ്യക്തി നിന്നുകൊണ്ട് ദൈവമേ ഞാൻ എന്നെ അങ്ങേക്ക് തരുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ എത്രയോ പ്രാവശ്യം അങ്ങനെ പറഞ്ഞു, വല്ലതും സംഭവിച്ചു ഒന്നും സംഭവിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് നന്ദി പ്രാർത്ഥനയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. അത് ബലിപീഠത്തിൽ വെച്ച് ദൈവത്തിന് നന്ദി പറയുന്നു, മഹത്വവും സ്തുതിയും ദൈവത്തിന് കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ കൊടുക്കും തോറും നമ്മളെ മുഴുവനായി ദൈവത്തിനായിട്ട്, ഇതും ദൈവത്തിൻ്റെതല്ലേ, ഇതും ദൈവത്തിൻ്റെതല്ലേ, അങ്ങനെ എത്തിച്ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ ഒരു സമർപ്പണമാണ് നമ്മൾ കാണേണ്ടത്. ദൈവത്തിന് നന്ദിയും സ്തോത്രവും ദൈവാരാധന നടത്തുമ്പോഴേക്കും നമ്മൾ ഒരു ഭൗതിക തലത്തിൽ നിന്ന് ഒരു വിശ്വാസ മേഖലയിലേക്ക് വരികയാണ്. എന്താണ് വിശ്വാസ മേഖല എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്നത്, വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഈ പ്രപഞ്ചം മുഴുവനും ഇതാ ദൈവമാണ് അത് ചലിപ്പിക്കുന്നത് എന്ന് കാണുകയാണ്. ഇത് കാണുന്നൊരു കണ്ണ്, ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ കഴിയും. ഞാനിവിടെ ഒരു തുണി കെട്ടിത്തൂക്കിയിടുകയാണ്. ഈ തുണി ഇങ്ങനെ ആടുന്നു. ഒരു കൊച്ചു കുഞ്ഞ് അത് കണ്ടാൽ പറയാണ് തുണി ആടുന്നു എന്നേ പറയുള്ളൂ. കാരണം കൊച്ചു നോക്കുമ്പോൾ തുണി ഇങ്ങനെ കിടന്ന് അതിന് ജീവനുണ്ട്, അതിങ്ങനെ ആടുന്നതായിട്ട് കൊച്ചിന് തോന്നുകയുള്ളൂ. എന്നാൽ ഇച്ചിരി വളർന്ന ഒരു വ്യക്തി നോക്കുകയാണെങ്കിൽ പറയും കാറ്റ് കൊണ്ട് ഈ തുണി ആടുന്നു. കൊച്ചു കാറ്റൊന്നും കാണുന്നില്ല, കൊച്ചു തുണി ആടുന്നത് മാത്രമേ കൊച്ചു കാണുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മുതിർന്ന ഒരു വ്യക്തി നോക്കുമ്പോൾ പറയും കാറ്റുകൊണ്ട് ഈ തുണി കാണുന്നു. കാറ്റ് നമ്മളാരും കാണുന്നില്ല, പക്ഷെ നമുക്കറിയാം, നമ്മുടെ റീസൺ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നു കാറ്റാണ് ഈ തുണിയെ ആട്ടുന്നത് മനസ്സിലാക്കുന്നു. എന്നാൽ ഒരു പടി കൂടി ഉയർന്ന് വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും ഈ പ്രപഞ്ചം മുഴുവനും ദൈവമാണ് ഇങ്ങനെ ചലിപ്പിക്കുന്നത് കാണാൻ കഴിയും. ഇതാണ് വിശ്വാസത്തിൻ്റെ കണ്ണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ അവിടെയാണ് മഹത്വവും സ്തുതിയും ദൈവത്തിന് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരെ ഇവരെയെല്ലാം കുറ്റപ്പെടുത്തുന്ന രീതികളിൽ നിന്നെല്ലാം നമ്മളൊക്കെ പിന്മാറും. ദൈവത്തിൻ്റെ കരങ്ങൾ കാണാൻ തുടങ്ങും, ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും, ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ മറ്റുള്ളവരെ പഴിചാരുന്നതും കുറ്റപ്പെടുത്തുന്നതുമായ അവസ്ഥയിൽ നിന്നെല്ലാം നമ്മൾ ഫ്രീ ആകും. നമ്മൾക്ക് നിരവധിയായ പ്രശ്നങ്ങളിൽ നമുക്ക് ശാന്തത ലഭിക്കാൻ തുടങ്ങും. ശാന്തത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. കർത്താവ് എന്നെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു, എൻ്റെ ശരീരം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു, ദൈവം പ്രവർത്തിപ്പിക്കുന്നു, ദൈവത്തിന് നന്ദി സ്തോത്രവും പറയുന്നു. ഇവിടെയാണ് മനസ്സ് ശാന്തമാകുക. ഹല്ലേലൂയ.
നമ്മൾ ശരിക്ക് ഒന്ന് നന്ദി പ്രാർത്ഥന ചൊല്ലി ഒന്ന് ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ ഒരു അത്യുതാനികമായ യന്ത്രമുണ്ടെങ്കിൽ കാണാൻ സാധിക്കും നമ്മളൊരു 8 മണിക്കൂർ ഉറങ്ങുന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ ആ നെർവസ് സിസ്റ്റം മുഴുവനും വിശ്രമിക്കുകയാണ്. നന്ദി പ്രാർത്ഥന പറഞ്ഞൊരു ആരാധന ഒരു 5 മിനിറ്റ് നേരം നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഉടമസ്ഥാവകാശത്തെ വിട്ടുകൊടുത്തെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മുഴുവനും വലിയൊരു വിശ്രമം കിട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെതാണ് എന്ന ബോധം നമ്മളെ മുഴുവനും വിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ സൂക്ഷിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് ദൈവത്തിൻ്റെതാണ്. ഇത് നമ്മളെ വിശുദ്ധമായ ഒരു അന്തരീക്ഷത്തിൽ സൂക്ഷിക്കും. ഈ ശരീരം ദൈവത്തിൻ്റെതാണ്. നമ്മളൊരു വിശുദ്ധമായ അന്തരീക്ഷത്തിലായിരിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ പോലും വൈരാഗ്യവും വെറുപ്പും എല്ലാം അപകടകരമായ ഒരു കാര്യമാണ്. ബൈബിളിൽ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിക്കുന്നു. വെറുപ്പ്, വൈരാഗ്യം, സ്നേഹത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ അത് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയിൽ ദൈവം പ്രവർത്തിക്കുകയില്ലെന്ന്. ഇതുപോലെ തന്നെ ഗൗരവമായ ഒന്നാണ് നമ്മളിലുള്ള പൊസഷൻ, ഉടമസ്ഥത. ഹല്ലേലൂയ ഹല്ലേലൂയ. കാണാൻ സാധിക്കും കുടുംബങ്ങളിലുള്ള നിരവധിയായ ടെൻഷൻ. 5 വയസ്സായ കുട്ടിയോട് പെരുമാറുന്നത് പോലെ ആയിരിക്കും 20 വയസ്സുകാരനോടും മാതാപിതാക്കന്മാർ പെരുമാറുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പെരുമാറുക എന്നുള്ളതിന് അപ്പുറത്തോട്ട് കാഴ്ചപ്പാട്. പ്രൈസ് ദി ലോർഡ്. പിന്നെ എൻ്റേതാണ്. അത് നമ്മൾ ബലിപീഠത്തിൽ വെച്ച് ഈ പൊസഷൻ ദൈവത്തിൻ്റെ പക്കലേക്ക് കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ആ പൊസഷൻ്റെ ചങ്ങലയിൽ നിന്ന് പുറത്തു വരുന്നത്. ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ കടന്നു കഴിയുമ്പോൾ ആ കൊച്ച് പൊസഷനെ എതിർക്കുന്ന കൊച്ചും കൂടിയാണ്. ഒരു 10 മാസം കഴിഞ്ഞാൽ കൊച്ച് പൊസഷനെ എതിർക്കും. അതിനെതിരായിട്ട് അതിനെ റിജക്റ്റ് ചെയ്യും. കാരണം അവന് വളരണമെങ്കിൽ അത് റിജക്റ്റ് ചെയ്തേ വളരാൻ പറ്റുള്ളൂ. ഇവിടെ എനിക്ക് കിടക്കാൻ പറ്റിയല്ല. അങ്ങനെ ഒരു ത്വര മനുഷ്യ ജീവിതത്തിലുണ്ട്. ആ പൊസഷനെ റിജക്റ്റ് ചെയ്താണ് മനുഷ്യൻ മുന്നോട്ട് വളരുന്നത്. അങ്ങനെയാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അതിശക്തമായി മനുഷ്യ ജീവിതത്തെ വരിഞ്ഞു മുറുക്കുന്ന ചില ബന്ധങ്ങളുണ്ട്. ഒരു ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിനകത്തും ഈ റിജക്ഷൻ വാസ്തവത്തിൽ കാണും. കാരണം ഒത്തിരി പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ വളരാൻ പറ്റിയല്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.